ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള കായ്പോളയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ കായ്പോള. കായ്പോള ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 2 നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ, ഒരു 3 4 എണ്ണമൊക്കെ എടുക്കാം. ഞാനിവിടെ നന്നായിട്ട് അത്യാവശ്യം പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ 4 അതിൻ്റെ മുറിച്ചതിന് ശേഷം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ 2 പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ നെയ്യിൽ ഈ പഴം ഒന്ന് വറുത്തെടുക്കണം. അതിന് മുന്നേ നെയ്യിലോട്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അത് വറുത്തെടുക്കുന്നുണ്ട്. അത് രണ്ടും ഒന്ന് കളർ മാറി വന്നതിന് ശേഷം ഈ ഒരു നെയ്യിൽ നിന്ന് അത് കോരി മാറ്റി കൊടുക്കുക. ഇനി സെയിം പാനിലോട്ട് തന്നെ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്ത് പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഴം ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വരട്ടിയെടുക്കണം. ആ ഒരു പഴത്തിന് ആ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ നന്നായി കിട്ടുന്നവരെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ. അതിന് അത്യാവശ്യം മധുരമുള്ള പഴം തന്നെ ആയിരിക്കും. എന്നാൽ ഈ ഒരു ടൈമിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ പഴത്തിന് നന്നായിട്ടൊരു മധുരം പിടിക്കും കേട്ടോ. ഇപ്പം ഇതാ പഴം നന്നായിട്ട് ആ നെയ്യിൽ കിടന്ന് പഞ്ചസാരയൊക്കെ മെൽട്ടായി ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടേൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിലോട്ട് ഒരു 3 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 മുട്ട പൊട്ടിച്ച് മിക്സീൻ്റെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 നേന്ത്രപ്പഴമല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി 3 4 നേന്ത്രപ്പഴമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മുട്ട അതിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, മധുരം ബാലൻസ് ചെയ്യാനാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു മിക്സ്. ഇനി ഒരു മിക്സിലോട്ട് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച പഴം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പഴം വരട്ടിയ ആ സെയിം പാൻ തന്നെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ നെയ്യ് ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കി കൊടുക്കുക. അതിനുശേഷം നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിൻ്റെ മുകളിലാട്ടോ വെക്കുന്നത്, ഡയറക്റ്റ് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നില്ല. കാരണം അടി കരിഞ്ഞു പോയാലോ എന്നുള്ളൊരു പേടി കൊണ്ടാട്ടോ. ഇനി ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ കായ്പോള റെഡിയായി കിട്ടും. സിമ്മിലിടാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോവും. ഞാനിതൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തുറന്നു കൊടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വലിയ താല്പര്യമില്ലെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം ഇതാ ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളകി വന്നോളൂ കേട്ടോ, നെയ്യൊക്കെ ചേർത്തതായതുകൊണ്ട്. അതിന് ശേഷം ഞാനിതൊരു പാനിലോട്ട് മാറ്റി അതിന് ശേഷം അന്ന് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കായ്പോള നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഭയങ്കര സ്വീറ്റായിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. മെയിനായിട്ട് നമ്മൾ നോമ്പ് തുറേൻ്റെ ഒക്കെ ടൈമിനാണ് ഇത് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കായ്പോള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇതിന് വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.
അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്